ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കൂട്ടുകാരെ, ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് ഒരു മങ്കി ക്യാരക്ടർ ആഡ് ആയിട്ടുണ്ട്. അപ്പം അവനെ വെച്ച് കാണിക്കുന്ന കുറച്ച് സർക്കസും അവൻ എങ്ങനെ എടുക്കാമെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പോൾ ലംബോർഗിനി ഉറൂസും കൂടെ ആഡ് ആകാൻ പോവുകയാണ്. പിന്നെ ഒരു കളർഫുൾ ആയിട്ടുള്ള RGB ക്ലോത്തും കൂടെ ആഡ് ആകാൻ പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് പറയാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ മറക്കരുത്. അത് മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കണം, എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മങ്കി ക്യാരക്ടർ നോക്കാം. ഇത് പ്ലഗിൻ ആപ്പിൽ കൂടെ എടുക്കുന്നതാണ്. ഇതെങ്ങനെ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുന്നായിട്ട് നമുക്ക് ഇവനെ കൊണ്ട് കുറച്ച് സർക്കസൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വെടി വെക്കാം. ഇവൻ ഭയങ്കര ഫണ്ണി ആയിരിക്കും അത് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ നമ്മൾ ഗണ്ണിൻ്റെ വെപ്പൺസിൻ്റെ സെക്ഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മെഷീൻ ഗൺ എടുത്തിട്ടുണ്ട്. അവരുടെ ഡ്രാഗനൊക്കെ ഉണ്ട്. അവരെ വെടി വെക്കാനൊന്നും പറ്റത്തില്ല, അവർ ഡെഡ് ആവത്തില്ല. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഡിഫൻഡറിലോട്ട് തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഡിഫൻഡറിലോട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിഫൻഡർ പൊട്ടിത്തിരിക്കും. ഓ, അത്ര ഉള്ള കാര്യം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആ മങ്കിയുടെ ഫ്രണ്ട് പേജ് ഞാൻ നിങ്ങൾ ഫുള്ളി ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ പുറത്തോട്ട് ഓടുന്നുണ്ട്. നല്ല ഫണ്ണിയാണല്ലേ നമ്മുടെ മങ്കി ഇങ്ങനെ ഓടിപ്പോകാനായിട്ട്. അപ്പോൾ ഞാൻ വിളിക്കാൻ വേണ്ടി നിങ്ങൾ ഡോൺ ക്യാമറയാണ് എടുക്കുന്നത്. ഞാൻ ഇപ്പോൾ RGS2 എടുത്തിട്ട് DON അടിച്ചിട്ടുണ്ട്. ഇതറിയാത്തവർക്ക് വേണ്ടിയൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. DON അടിച്ചാൽ നമുക്ക് ഡോൺ ക്യാമറ ഓൺ ആവുന്നതായിരിക്കും. നമ്മളെ ക്യാരക്ടർ മൂവ് ആകാതെ ഒരു ക്യാമറ മൂവ് ആവുന്നതായിരിക്കും ഗെയിമിൽ കൂടെ. ഡോൺ ക്യാമറ ടിക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ജോയിസ്റ്റിക്കെ പിടിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ ഇവനാണ് നമ്മുടെ കൂട്ടുകാരൻ. അടിപൊളി മങ്കിയാണ്, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട്. ഒറിജിനൽ മങ്കീനെ പോലെ തന്നെ അവൻ നല്ല ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഒരഭിപ്രായമുള്ളൂ, ഇതുപോലെ നമുക്ക് മങ്കീനെ വിളിക്കാവുന്നതും കൂടി ഒരു ചീറ്റ് കോഡ് വേണം. അടിപൊളി മങ്കിയാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇതുണ്ട്, നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതി തന്നെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് KTM വിളിച്ചിട്ട് ഇവൻ്റെ ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് പോകാം. KTMൻ്റെ ചീറ്റ് കോഡ് 1210 ആണ്. ഒരു ഓറഞ്ച് കളർ KTM വരും. ഞാൻ ഇപ്പോൾ ഇവിടെ 1210 കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അതിന് 12, 10 കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് KTM ബൈക്ക് വിളിക്കാം. ഞാൻ ഇപ്പോൾ ഇവിടുത്തെ KTM ഒക്കെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിൽ കയറിയിരിക്കാം. എന്നിട്ട് നമുക്ക് അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് പോകാം. എവിടെയാണ് അവൻ്റെ ഗേൾ ഫ്രണ്ട് NPC നെന്നി തപ്പുണ്ട്. നമ്മളിത് നേരെ ഇപ്പോൾ വെച്ച് പിടിക്കുന്നുണ്ട്. അവിടെ ഒരു ബോയ് ഉണ്ട്. ഇവനെ വേണ്ട, പെണ്ണിനെ തന്നെ ഇരുത്താം. അയ്യോ, മിസ്സായിപ്പോയി ഗായ്സ്. നമ്മൾ പുറകോട്ട് ഇറങ്ങിയിട്ട് നേരെ പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് വേഗം വാടി. നമ്മളപ്പോഴേ ഇരുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല രസമാണ് ഈ NPCനെ കൊണ്ട്. നല്ല രസമാണ്, നല്ല ഫണ്ണിയാണ് NPCനെ കൊണ്ട് ഈ മങ്കി ബൈക്കിൽ പോകുന്ന കാണാൻ തന്നെ. അടിപൊളിയാണ്, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് റൈഡ് ചെയ്യാം. അടിപൊളി മങ്കിയാണ്, നല്ല ഫണ്ണി ആയിട്ടുണ്ടല്ലേ കാണാൻ. എത്ര പേർക്ക് ഈ മങ്കി ക്യാരക്ടർ ഇഷ്ടപ്പെട്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടൊരു കാറ് വിളിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സൂപ്പർ കാർ തന്നെ എടുത്തിട്ടുണ്ട്. സെൻവോ കാർ. നമ്മൾ 25 അടിച്ചാൽ സെൻവോ കാർ വരും. ഇതും നമ്മുടെ ഇതിലിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇതും നമ്മളൊരു ലിങ്ക് വഴിയാണ് എടുക്കുന്നത്. അപ്പം നമ്മളത് സെൻവോ കാറിൽ ഇപ്പോൾ റൈഡ് ചെയ്യണം. നല്ല ഫണ്ണി ആയിട്ടുണ്ടല്ലേ കാണാൻ. നമ്മുടെ ഒരു മങ്കിയൊക്കെ റൈഡ് ചെയ്യുമെന്നൊക്കെ കേൾക്കുമ്പോഴല്ലേ കാറിൽ കൂടെയൊക്കെ. ഇനി നമുക്ക് PDM അടിച്ചിട്ട് നമ്മുടെ മങ്കീനെ ഒന്ന് ഡാൻസ് ചെയ്യാം. ഏയ് ഓപ്പൺ കണ്ണൻ സ്റ്റാർ, ഇതെൻ്റെ കണ്ണൻ സ്റ്റാർ, ഓപ്പൺ കണ്ണൻ സ്റ്റാർ. നല്ല ഫണ്ണി ആയിട്ടുണ്ടല്ലേ മങ്കി ഡാൻസ് കളിക്കുമ്പം. അപ്പം നമുക്കിനി കാറിൽ നിന്ന് ഇറങ്ങി എങ്ങനെ മങ്കീനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മുടെ പ്ലഗിൻ ആപ്പ് ഓപ്പൺ ചെയ്യുക. പ്ലഗിൻ ആപ്പ് അപ്ഡേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് എങ്ങനെ നമ്മുടെ ക്യാരക്ടേഴ്സിൽ പോയിട്ട് ഇതടിച്ചു കൊടുക്കുക. നമ്മുടെ മങ്കീനെ എടുക്കുക. എന്നിട്ട് ഒരു 5-6 വർഷം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇൻ്റർനെറ്റ് എടുത്തിട്ട് ചാടി കയറി പേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇൻ്റർനെറ്റ് ഓൺ ആക്കണം. ഇൻ്റർനെറ്റ് ഓൺ ആക്കിയിട്ട് ഒരു 5 സെക്കൻഡ് ആ ഇൻ്റർനെറ്റൊക്കെ ലോഡാകാൻ വേണ്ടി നിങ്ങളൊന്ന് 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് പേസ്റ്റ് ചെയ്യണം. അന്നേരത്തേക്ക് നിങ്ങൾക്ക് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. എന്നാലും നിങ്ങൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യണം. ഒരു 10 സെക്കൻഡ്, ഒരു 10-20 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫയൽ ലോഡഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു കോഡുണ്ട്, ഒരു സീക്രട്ട് കോഡ്. ആ കോഡ് നമ്മുടെ പ്ലഗിൻ ആപ്പിലുണ്ടായിരിക്കും. അത് PM8 ആണ്. PM8 അടിക്കണം RGS2. എന്നിട്ട് നമ്മൾ ഫുൾ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഇപ്പോൾ PM8 അടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് RGS2 എടുത്തിട്ട് PM8 അടിക്കാൻ പോവാണ്. നമ്മൾ 8 ടിക്ക് കൊടുക്കുവാണ്. ടിക്ക് കൊടുത്തിട്ട് നമ്മൾ ഫുൾ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഇവിടെ പ്ലേ കൊടുത്തിട്ടുണ്ട്. പ്ലേ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗെയിം റീസ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫയൽ കോപ്പി ചെയ്തെടുത്തപ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ ഇവിടെയാണ് എത്തുന്നത്. അതിനെല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. നമ്മുടെ ഗെയിമിൽ ഫസ്റ്റ് എത്തുന്ന ഹൗസിലോട്ടാണല്ലോ.
അപ്പോൾ നമ്മളിപ്പം എത്തുന്ന മഹീന്ദ്രയുടെ ഷോറൂമാണ്. മഹീന്ദ്രയുടെ ഷോറൂമിലാണ്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ നമുക്കിനി ലംബോർഗിനി ഉറൂസിനെ കുറിച്ച് സംസാരിക്കാം. നമ്മുടെ ഗെയിമിലേക്ക് ലംബോർഗിനി ഉറൂസ് ആഡ് തന്നെ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രതീക്ഷ നമുക്ക് തന്നേ ഉള്ളൂ, പക്ഷേ ഇപ്രാവശ്യം ഈ വരുന്ന അപ്ഡേറ്റ് അല്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റിൽ ആഡ് ആവുക തന്നെ ചെയ്യും. ചിലപ്പം ഈ മന്തിൻ്റെ ലാസ്റ്റ് ആയിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് ലംബോർഗിനി ഉറൂസ് ആഡ് ആകാൻ പോകുന്നത്. വരുവാണെങ്കിൽ ഒരു ഗോൾഡൻ യെല്ലോ കളറിലായിരിക്കും ആഡ് ആവുന്നത്, അല്ലെങ്കിൽ റെഡ് ഇഷ്ടമുള്ള കളറിലായിരിക്കും ആഡ് ആവുന്നത്. നമുക്കതിൻ്റെ കളർ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ കൂടെ വരും, ക്യാമറ ആംഗിൾ മാറ്റാം. അടിപൊളി കളറാണ് ലംബോർഗിനി ഉറൂസ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടാണ്. പിന്നെ ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് ഒരു RGB ക്ലോത്ത് കൂടെ ആടാൻ പോകണം. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു RGB ക്ലോത്ത്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ആ ക്ലോത്ത്. അത് നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ആവുമെന്ന് വലിയ ഉറപ്പില്ല, എങ്കിലും നമുക്കൊരു പ്രതീക്ഷയോടെ ഇരിക്കാം. നല്ല ക്ലോത്താണ്. ഈ അപ്ഡേറ്റിൽ കൂടുതൽ ഐറ്റംസ് ആഡായി ഈ ഉറൂസും ക്ലോത്തും ഒക്കെ അടുത്ത അപ്ഡേറ്റിൽ വരത്തുള്ളൂ. ചിലപ്പോൾ ഈ മാസം എൻഡ് ആകുമ്പോഴത്തേക്കും നമ്മുടെ അപ്ഡേറ്റ് കമ്മിങ് സൂൺ ആയിരിക്കും. അപ്പോൾ എല്ലാവരും അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഗൈസ് നമ്മൾ നേരത്തെ എടുത്ത RGB പീക്കോക്ക് റേസിംഗ് മോഡ്, പിന്നെ ഇതുപോലെ ഗോഡ്സില മോഡൊക്കെ ഇപ്പോൾ പ്ലഗിൻ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്തവർക്ക് കിട്ടുന്നതായിരിക്കും. ലിങ്ക് വഴി അല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ മെഷീൻ ഗൺ എടുത്ത് നമ്മുടെ മങ്കി ഗോഡ്സിലേനൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അടുത്തോട്ട് വരുമ്പോൾ നമ്മളതിനെ കൊല്ലാനാണ് പ്ലാൻ. അപ്പോൾ ഇനി ഞാൻ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നൊരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.